എന്നാ പിന്നെ എടുക്കാല്ലേ? ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എത്ര തവണ ആട്ടി പുറത്തിറക്കിയാലും നീ പിന്നെയും കയറി വരുമല്ലേ? എടാ നാണം ഉണ്ടോടാ നിനക്ക്? നിന്റെ ആരിവിടെ ഇരുന്നിട്ടാ നീ ഇവിടെ ഇങ്ങനെ കിടന്ന് ചുറ്റി തിരിയുന്നത്? കൊല്ല ചെയ്ത് അവരെ ഈ ഗതിയിലാക്കി നിന്നോട് കണക്ക് തീർക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ മനസ്സിൽ നിനക്കൊരു മകന്റെ സ്ഥാനം തന്നുപോയി. സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുവരൻ രഹസ്യമായുള്ളതു കേൾക്ക നീ ആരൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി അത്ര നാളേക്കും ആത്മാവിനും ഇനി ആരെങ്കിലും എത്താനുണ്ടോ? സത്യമായുള്ളതു പള്ളിക്കലെന്ന് എന്നാ പിന്നെ എടുക്കാല്ലേ? ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോ എന്താ വേണ്ടെന്ന് വെച്ചാ മുരളിയേട്ടൻ തീരുമാനിച്ചോളൂ.
വേണു, എങ്ങോട്ടാ പോകണ്ടേ? ഹോസ്പിറ്റലിലേക്ക്. വേണു, ഇപ്പൊ തന്നെ പോണോ? പോണം. പീറ്ററെ, എനിക്ക് മൃദുലയെ കാണണം. എൻ്റെ കുട്ടികളെ കാണണം. ഒന്നൊന്നായി ജീവിതത്തിലെല്ലാം കൈവിട്ട് പോവാ വേണുവിന്. ഇപ്പോ അമ്മ പോയി. അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരുപാട് വഴക്ക് പറയും ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. എനിക്കുറപ്പാ. എന്നിട്ടും അവസാന നേരത്ത് അമ്മയ്ക്ക് ഇത്തിരി വെള്ളം കൊടുക്കാൻ പറ്റാതെ പോയി. എനിക്ക് മഹാഭാവിയാ ഞാൻ. മായയ്ക്ക് പോലും ഞാനിപ്പോ ശത്രുവാ. എങ്ങനെയെങ്കിലും മൃദുലയും മക്കളെയും കൂട്ടിക്കൊണ്ടുവരണം. എല്ലാവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ മാറ്റണം. ഇനിയും അവളും കുട്ടികളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ എനിക്കാവില്ല. അത്രയേറെ തളർന്നു കഴിഞ്ഞു ഞാൻ. വേണു, നിന്നെ എനിക്ക് മനസ്സിലാവും. നീ സമാധാനിക്കേ. സമാധാനം അതെന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി കിട്ടുമെന്നുള്ളത് ഒരു പ്രതീക്ഷ മാത്രം. നീ വണ്ടിയെടുക്ക.
ഡോക്ടർ എന്താ പറഞ്ഞത്? അനുമോൾക്ക് ഇപ്പം നല്ല ഭേദമുണ്ടെന്നാ പറഞ്ഞേ. മൃദുലയ്ക്കും മോനും ഇപ്പം കുഴപ്പമൊന്നുമില്ല. മൃദുലയെ ഉടൻ മുറിയിലേക്ക് മാറ്റും. ഓ എൻ്റെ ഈശ്വര, ആശ്വാസമായി. ശ്ശോ, എന്നാലും അവക്കിത് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ആ നീ നിർത്ത്. ഇനി കഴിഞ്ഞതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. പറഞ്ഞ് നിങ്ങളുടെ മരുമാനെ കുറ്റം പറയുമെന്ന് ഓർത്തിട്ടല്ലേ? ഓ എന്തൊരാവേശമായിരുന്നു എന്റെ മോളെ അവനോടൊപ്പം പറഞ്ഞു വിടാൻ. ഇപ്പൊ അനുഭവിക്കുന്ന കണ്ടില്ലേ? മതി. തെറ്റു പറ്റിയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ ഇനി വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അതിനെന്താ പരിഹാരം വേണ്ടതെന്നും എനിക്കറിയാം. ഡാ, എത്ര തവണ ആട്ടി പുറത്തിറക്കിയാലും നീ പിന്നെ കയറി വരുമല്ലേ? എടാ നാണം ഉണ്ടോടാ നിനക്ക്? നിന്റെ ആരിവിടെ ഇരുന്നിട്ടാ നീ ഇവിടെ ഇങ്ങനെ കിടന്ന് ചുറ്റി തിരിയുന്നത്? എന്റെ മൃദുലയും മക്കളെയും കാണാനാണ് ഞാൻ വന്നത്. നിന്റെ മൃദുലേ മക്കളുവോ? നിന്റെന്ന് പറയാ ഒരവകാശവും നിനക്ക് അവരുടെ മേലില്ല. അവളും മക്കളും അനുഭവിക്കുന്നതും കണ്ണീര് കുടിക്കുന്നതും ഒക്കെ നീ കാരണമാ. ഇനി അവള് വേദന തിന്ന് ജീവിക്കുന്ന കാണാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നീ അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല. എനിക്ക് എന്റെ മൃദുലയും കുട്ടികളെയും കാണണം. അതിന് ആരുടെ അനുവാദം എനിക്ക് വേണ്ട. ഞാൻ കാണും. നീ കാണില്ല. നമ്പ്യാരുടെ വാക്കെതിർത്ത് അവരെ കാണാൻ പറ്റുമോ നോക്ക്. ഇതുവരെ എല്ലാം ക്ഷമിച്ച് സഹിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. ഇനി അതുണ്ടാവില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. അമ്മവാ, ഞാൻ നിർത്ത്. ഇനി അങ്ങനെ എന്നെ വിളിക്കണ്ട. അങ്ങനെ ഒരു ബന്ധം നമുക്കിടയിലില്ല. നിന്നെ പ്രതി നീറി നെഞ്ചു പൊട്ടിയാ ദൈവൂട്ടി മരിച്ചത്. ഇനി മൃദുലയും മക്കളെയും കൂടി കൊല്ലണോ നിനക്ക്? എന്തോ ഭാഗ്യം കൊണ്ടാ എന്റെ മകളെയും പേരക്കുട്ടികളെയും മരണത്തിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചു കിട്ടിയത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമായോ? പറഞ്ഞല്ലോ, അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. കൊല്ല ചെയ്ത് അവരെ ഈ ഗതിയിലാക്കി നിന്നോട് കണക്ക് തീർക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ മനസ്സിൽ നിനക്കൊരു മകന്റെ സ്ഥാനം തന്നുപോയി. നിന്റെ പ്രവൃത്തി ഗുണം കൊണ്ട് നീ അതില്ലാതാക്കിയെങ്കിലും അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞാൻ. ഇനിയും ചിലപ്പോൾ എനിക്കതിന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇനി മൃദുലയുടെയും മക്കളുടെയും കാര്യം പറഞ്ഞ് നീ എൻ്റെ മുമ്പിൽ വന്നു പോരുത്. നീയായിട്ടുള്ള സർവ്വബന്ധങ്ങളും ഞങ്ങൾ അറുത്തെറിഞ്ഞു കഴിഞ്ഞു. ഇത് മൃദുലയുടെയും കൂടി തീരുമാനമാണ്. വാ. വരൂ, ഇരിക്കെ. എന്തു പറ്റി വേണു? എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് അവശനായിട്ടാണല്ലോ. കൂൾ ഡൗൺ വേണു. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമില്ലടോ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണ് എല്ലാവരും. അതിനെ നേരിടുമ്പോ ഇങ്ങനെ തളർന്നാലെങ്ങനെയാ? ഓക്കെ, ലീവ് ഇറ്റ്. താനിപ്പോ വന്നതെന്തിനാ? ഡോക്ടർ, എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എങ്ങനെയുണ്ട്? മൃദുലയ്ക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ഉടനെ റൂമിലേക്ക് മാറ്റും. അരുൺ ഈസ് ഓൾസോ ഓൾ റൈറ്റ്. അനുവിന്റെ നിലയിൽ കാര്യമായ വ്യത്യാസമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ 3 പേരെയും ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാവോ? ഓ ഷുവർ, കയറി കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ.